പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുക ആണ് എന്ന് ഒരു തോന്നൽ ഉളവാക്കുമ്പോൾ തന്നെ വിവിധ ഇടങ്ങളിൽ യുദ്ധത്തിൻ്റെ സൂചനകളും വരുന്നു. കഴിഞ്ഞ ദിവസം ഹൂത്തി കേന്ദ്രങ്ങളിലൊക്കെ അമേരിക്ക നടത്തിയ വ്യാപകമായ ബോംബിംഗ് ആയിരുന്നു. ഇസ്രായേൽ ഇപ്പോൾ ഹമാസിനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇസ്രായേലിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ ഏത് നിമിഷവും ഇറാനെ ആക്രമിച്ചേക്കും എന്നുള്ളതാണ്. അതിന് ട്രംപിൻ്റെ പിന്തുണ ഇല്ല എങ്കിൽ കൂടി പരിമിതമായ രീതിയിൽ വിവിധ തീവ്ര സ്വഭാവമുള്ള രീതിയിൽ ആക്രമണം നടത്തും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിനുള്ള ഒരു പ്ലാൻ ട്രംപിന് മുമ്പിൽ ഇസ്രായേൽ ഭരണകൂടം വെച്ചിരുന്നുവെന്നും അതിന് പ്രകാരം ഈ വസന്തകാലത്തിൻ്റെ അവസാനമോ വേനൽക്കാലത്തോ വ്യത്യസ്ത തീവ്രതയുള്ള വ്യോമാക്രമണവും കമാൻഡോ ആക്രമണവും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്താൻ തീരുമാനിച്ചതായിട്ടാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ ചർച്ച ഒരു വിജയമാണ് എങ്കിൽ കൂടി ഇത്തരം ആണവ കേന്ദ്രങ്ങളിൽ തിരിച്ചടി നൽകുന്നത് മൂലം അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നത് മൂലം ഇറാനെ അവരുടെ ആണവ പദ്ധതികളിൽ നിന്നും വർഷങ്ങളോളം പിന്നോക്കം നയിക്കാൻ അത് ഇടയാക്കും, പിന്നോട്ടടിക്കാൻ അത് ഇടയാക്കും. അതാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. ഇതിനിടയിൽ മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇറാൻ ഒരു വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണെങ്കിൽ അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് അനിവാര്യമാണ്. ഈ ഘട്ടത്തിൽ ട്രംപിനെ പിണക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യവും വരുന്നു. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ട്രംപിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: തിടുക്കം കാട്ടില്ല ഒന്നിനും എന്നുള്ളതാണ്. അതായത് ഈ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല. ഒപ്പം അദ്ദേഹം പറയുന്നത് ഒരു കാര്യത്തിലും താൻ തിടുക്കം കാട്ടില്ല എന്നാണ്. മുൻപ് ഇസ്രായേലിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുവാൻ ഇസ്രായേലാകും തങ്ങളെ നയിക്കുക എന്ന് പറയുകയും ചെയ്ത വ്യക്തിയാണ് ട്രംപ്. ഇപ്പോൾ ഇറാനുമായി ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരത്തിലൊരു മറുപടി നൽകിയത് എന്ന് പറയുന്നു. ഏതായാലും ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയിൽ നിന്നും ഇസ്രായേൽ പിന്നാക്കം പോയിട്ടില്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഒരു വ്യത്യസ്ത തീവ്രതയിലുള്ള ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.